അടിച്ചാൽ കരയുന്ന കാലമല്ല, അടിച്ചാൽ തിരിച്ചടിക്കേണ്ട കാലമാണ് ഉണ്ടാവുന്നത്. അഹിംസയുടെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കാര്യം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയും വളർച്ച ആശയങ്ങളിലൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സാഹചര്യങ്ങളിലൂടെയാണെന്ന് മനസ്സിലാക്കണം. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് CPM-ന്റെ മുഖ്യമന്ത്രി. പക്ഷേ ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ കൊള്ളാത്ത ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു DYFIക്കാരനെ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്താൻ നിൽക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവരെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കൊച്ചു വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. പിണറായി വിജയന്റെ അപ്പിയെടുത്ത് സ്വർണ്ണമാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ വിൽക്കാൻ ശ്രമിക്കുകയും ആ ജുവലറി ഇരിക്കുന്ന ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണ്ണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളിയെ അടിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ തിരുത്താൻ പോരുത്. അവനെ തിരുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നാവണം. എതിരാളിയുടെ ദൗർബല്യം ആവരുത് നിങ്ങളുടെ നേട്ടം. ദൗർബല്യം മുതലാക്കാതെ എതിരാളി ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനേക്കാൾ കൂടുതൽ കരുത്തായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.